എടാ നീ ഒന്ന് വന്നാൽ മതി, വേറെ ഒന്നുമില്ല. ഒരു ടാപ്പ് പോയിൻറ്റും വെക്കണം, ഒരു പ്ലഗ് പോയിൻറ്റും ഫിറ്റ് ചെയ്യണം. ഇപ്പം പോകാമെന്ന് പറഞ്ഞ് പാർട്ടി എന്നെ വിളിക്കുകയാണ്. ഞാൻ വൈകിട്ടപ്പോൾ ഇപ്പോൾ ഒരു ടാപ്പ് ഒരു പ്ലഗ് പോയിൻറ്റും അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് വൈകിട്ട് വന്ന് നോക്കിയതാണ്. വന്ന് നോക്കിയപ്പം കണ്ടത് ടാപ്പ് പോയിൻറ്റും ഇല്ല, പ്ലഗ് പോയിൻറ്റും ഇല്ല. ഒന്നേന്ന് വയറിങ്ങും പ്ലംബിങ്ങും ചെയ്യണം. ഞാൻ അപ്പോഴും പറഞ്ഞ് ഇത് നാളെ വരാം, നാളെ രാവിലെ വന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞ് സ്കൂട്ടായി. കാരണം അന്ന് ചെയ്തിരുന്നെങ്കിൽ 8 മണി അടുപ്പിച്ച് ആവുമായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം വന്ന് വേറെ ഒരാളെയും കൂടെ സഹായത്തിന് വിളിക്കാൻ കിട്ടിയില്ല, പണിത്തിരക്കൊക്കെ ആയതുകൊണ്ട്. പിന്നെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് വന്ന് ചെയ്ത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൈയും ചെറുതായിട്ടൊന്ന് മുറിഞ്ഞായിരുന്നു, ടൈലിൻ്റെ പീസും ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതൊരു പണിയും കൂടെയാണ്. അങ്ങനെ ഞാൻ ഇവിടെ അതാ 1.5 ഇഞ്ച് പൈപ്പ് ഒരു 45 എൽബോ ഒട്ടിച്ച് നേരെ അങ്ങോട്ട് നീട്ടി 1 മീറ്റർ നീട്ടി വെച്ചിട്ടുണ്ട്. കാരണം ആ വാഷിംഗ് മെഷീൻ വയ്ക്കണതിൻ്റെ ഔട്ട് വെള്ളം പോയാൽ മാത്രം മതി. പിന്നെ ഇവിടെ അടുത്ത് തന്നെ നമുക്ക് ടാപ്പ് പോയിൻറ്റും ചെയ്യണം. അങ്ങനെ നമ്മൾ ടാപ്പ് പോയിൻറ്റ് ചെയ്യണം എങ്ങനെയെന്ന് നോക്കാം. നമ്മളിവിടെ ടാപ്പ് പോയിൻറ്റും ചെയ്തിട്ടുണ്ട്. ടാപ്പിൻ്റെ ഹൈറ്റ് 120 120 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇവിടെ ഒരു എൽബോയും ഒരു 45 വെച്ചിട്ടുണ്ട്. കറക്റ്റ് സ്ലോപ്പാണ്. ഇവിടെ ഇട്ട് വെള്ളം ഇത്തിരി 1 മീറ്റർ മാറി വന്നാൽ മതി. ഇവിടെ നമ്മൾ കണക്ട് ചെയ്ത ഒരു എൽബോ, ഒരു 45, ഒരു ടീ 3/4 ഇഞ്ച് അങ്ങനെ കണക്ട് ചെയ്തത്, ഒരു 45 അടിച്ച്. ഈ വെള്ളം ഇനി അവിടെ വലുതായിട്ട് യൂസൊന്നും ഇല്ല, തറയിൽ തന്നെ പിടിച്ച് പോകും. മണലായതുകൊണ്ട് പിന്നെ കെട്ടിക്കിടക്കത്ത പ്രശ്നമൊന്നും വരത്തില്ല. അങ്ങനെ ഇവിടെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇലക്ട്രിക് പോയിൻറ്റ് ചെയ്യണം. അങ്ങനെ പ്ലംബിങ്ങിൽ ടാപ്പ് പോയിൻറ്റിൻ്റെ പണി ഇവിടെ തീർന്ന്. ഇനി കുറച്ച് കോൺക്രീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്വിച്ച് ബോർഡ് വെക്കണം, 4 മോഡി ബോക്സ് വെക്കണം. കാരണം അതൊരു ബാത്റൂമാണ്. അപ്പോൾ ആ ബാത്റൂമിൻ്റെ അകത്തൊരു ലൈറ്റ് പോയിൻറ്റും അവിടെ കൊണ്ടുവരണം. നമ്മളിവിടെ നിന്നാണ് പിന്നെ കണക്ഷൻ എടുക്കണത്. ഇവിടെ നേരെ കുറച്ച് കുഴിച്ച് നേരെ അത് കാണാൻ ടാപ്പിൻ്റെ അടുത്ത് ഒരു പോയിൻറ്റ് ചെയ്യണം. നമ്മളൊരു മൺമട്ടി, ഇവിടെ പിക്കാസൊന്നും ഇല്ലായിരുന്നു, ഒരു മൺമട്ടി ഇട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മണ്ണ് വാന്തി. ഞാൻ തന്നെ ഇത് ഒറ്റയ്ക്കാണ് ചെയ്തത്, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. അത്യാവശ്യം നല്ല പണിയുണ്ടായിരുന്നു. അങ്ങനെ ആ വയറും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്കൂടെ ഒരു പൈപ്പും കൂടെ ഇറക്കി നേരെ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് പ്ലാൻ. മൊത്തം 3 വയറാണ് ഇതിൽ ഈ പൈപ്പിൻ്റെ ഇവിടെ കൂടെ വരുന്നത്. പിന്നെ നമ്മൾ പൈപ്പ് ഇട്ടയിൽ സോൾവെൻറ്റ് വെച്ച് നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്, വെള്ളവും ഉറുമ്പൊന്നും കയറാതിരിക്കും. അങ്ങനെ ഇവിടെ 3 വയർ കൊണ്ടിട്ടിട്ടുണ്ട്, ന്യൂട്രൽ, ഫേസ്, എർത്ത്. പിന്നെ ആ 2 നീല വയർ വരുന്നത് അത് ആ ബാത്റൂമിൻ്റെ അകത്ത് ലൈറ്റിൻ്റെ ലീഡാണ്, നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ചുവപ്പ് ടാപ്പ് അടിച്ചേക്കിട്ടേക്കണത് ഫേസ്, പിന്നെ ഈ ടാപ്പ് അടിക്കാത്ത ന്യൂട്രൽ, പിന്നെ ഈ പച്ച വയർ പറഞ്ഞാൽ എർത്ത്. നമ്മളങ്ങനെ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്, എർത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ 1.5ൻ്റെ വയറാണ് ഇട്ടിട്ടുള്ളത്. വാഷിംഗ് മെഷീൻ അത്ര പവർ ഇല്ല, അതുകൊണ്ടാണ് അത് ഇട്ടത്. പിന്നെ കളർ കോഡിങ്ങിന് അനുസരിച്ച് വാങ്ങാൻ പറ്റത്തില്ല, മീറ്റർ അനുസരിച്ച് പറയുമ്പോൾ കടക്കാർ അതെടുത്ത് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ ഒരു നീല വയർ ഒരു ലീഡാണ്. അങ്ങനെ നമ്മളെ പണിയെല്ലാം കഴിഞ്ഞ് എല്ലാം ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഞാൻ തന്നെ ഇവിടെ ചെറുതായിട്ട് എന്നെ കൊണ്ടാവുന്ന കണക്ക് കോൺക്രീറ്റും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ വർക്കെല്ലാം തീർന്ന് എല്ലാം കഴിഞ്ഞല്ലോ. ടൂൾസ് ഒതുക്കാൻ പോയപ്പം അടുത്ത പണി മോട്ടർ വെള്ളം എടുക്കണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനി കിണറ്റിൽ നിന്നൊക്കെ വലിച്ച് കയറ്റണമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ മോളോ ബ്ലോക്ക് പമ്പായിരുന്നു. അല്ല, വാൾവിൽ കുറച്ച് വെള്ളം ഒഴിച്ചപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അടുത്തൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്.